നമ്മുടെ എല്ലാം അടുക്കളയിൽ സാധാരണയായി കാണുന്ന രണ്ടേ രണ്ട് വസ്തുക്കൾ. കുറച്ച് കടുകും പിന്നെ ഒരു 5 രൂപ നാണയവും. ഇവ ഉപയോഗിച്ച് സാമ്പത്തിക അഭിവൃദ്ധി ആകർഷിക്കാൻ സഹായിക്കുന്ന ഒരു പരമ്പരാഗത അനുഷ്ഠാനത്തെക്കുറിച്ചാണ് ഈ വിവരങ്ങൾ. ഇതിനെ വെറുമൊരു വിശ്വാസം എന്നതിലുപരി ധനത്തിന്റെ വിത്തുപാകൽ എന്നൊരു മനോഹരമായ സങ്കല്പമായാണ് അവതരിപ്പിക്കുന്നത്. ധനത്തിന്റെ വിത്തുപാകൽ. അതെ, ഒരു കർഷകൻ ശ്രദ്ധയോടെ വിത്ത് തെരഞ്ഞെടുത്ത് മണ്ണൊരുക്കി അത് നട്ടുനനച്ചു വളർത്തുന്നതുപോലെ, അതുപോലെ ഐശ്വര്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നട്ടുപിടിപ്പിക്കുന്ന ഒരു പ്രതീകാത്മകമായ പ്രവൃത്തി. ധനത്തിന്റെ വിത്തുപാകൽ, ആ ഒരു പ്രയോഗം തന്നെ ഇതിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങ് മാറ്റിമറിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു യാന്ത്രികമായ കർമ്മമല്ല, മറിച്ച് ശ്രദ്ധയും അർപ്പണബോധവും ആവശ്യമുള്ള ഒന്നാണ്. എന്തുകൊണ്ടാണ് ആ വിത്തായി 5 രൂപ നാണയം തന്നെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് മണ്ണായി കടുകിനെ കാണുന്നത്? ഇതെല്ലാം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. തീർച്ചയായും. നമുക്ക് ആ അടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെ, നമുക്ക് ആ വിത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എണ്ണമട്ട നാണയങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ അനുഷ്ഠാനത്തിൽ ഒരു 5 രൂപ നാണയം തന്നെ വേണമെന്ന് പ്രത്യേകം പറയുന്നത്? 1ന്റെയോ 10ന്റെയോ നാണയം ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? അതായത് സംഖ്യാശാസ്ത്രപരമായി 5 എന്ന സംഖ്യയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ധനത്തിന്റെ അധിപനായ കുബേരന്റെ സംഖ്യയായാണ് 5നെ കണക്കാക്കുന്നത്. ഓഹോ. അതുകൊണ്ട് 5 രൂപയുടെ നാണയം ഉപയോഗിക്കുന്നത് കുബേരന്റെ അനുഗ്രഹത്തെ നേരിട്ട് ആകർഷിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇത് വെറും ഇന്ത്യൻ രൂപയ്ക്ക് മാത്രമല്ല. വിദേശത്തുള്ള ഒരാളാണെങ്കിൽ അവർക്ക് അവരുടെ രാജ്യത്തെ 5 എന്ന് മൂല്യമുള്ള നാണയം ഉപയോഗിക്കാം. അപ്പോൾ സംഖ്യയ്ക്കാണ് പ്രാധാന്യം. ശരി, അപ്പോൾ നമ്മുടെ വിത്ത് തയ്യാറായി. ഇനി ഇത് നടാനുള്ള മണ്ണാണല്ലോ വേണ്ടത്. അതെന്തിനാണ് അടുക്കളയിലെ കടുകുപാത്രമായത്? അരിപാത്രത്തിലോ ഉപ്പുപാത്രത്തിലോ വെച്ചാൽ പോരായിരുന്നോ? കടുകിനെന്താണ് ഇത്ര പ്രത്യേകത? കടുകുപാത്രത്തിനും അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്. പണ്ടുകാലം മുതലേ നമ്മുടെ സംസ്കാരത്തിൽ ചില കാര്യങ്ങൾ വീട്ടിൽ തീർന്നു പോകാൻ പാടില്ലാത്തവയാണ്. ഉപ്പ്, മുളക്, അരി, അതുപോലെ തന്നെ കടുകും. ശരിയാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ്. അതുകൊണ്ട് ഒരിക്കലും വറ്റാത്ത സമൃദ്ധിയുടെ പ്രതീകമായ കടുക് നിറച്ചുവെച്ച പാത്രം നമ്മൾ നടുന്ന ഈ ധനത്തിന്റെ വിത്തിന് വളരാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണായി മാറുന്നു. വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ കുബേരന്റെ ഊർജ്ജമുള്ള വിത്ത് സമൃദ്ധിയുടെ മണ്ണിൽ നടുന്നു. ശരി, ഈ കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാള് എന്തൊക്കെയാണ് ഒരുക്കി വെക്കേണ്ടത്? പ്രധാനമായും 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നാമതായി, നല്ല വൃത്തിയുള്ള പൊട്ടലുകളോ വിള്ളലുകളോ ഇല്ലാത്ത ഒരു കടുക് പാത്രം. അത് സ്റ്റീലോ ഗ്ലാസോ മൺപാത്രമോ എന്തുമാകാം. പക്ഷെ അതിന്റെ വക്ക് പൊട്ടിയിരിക്കരുത്, അടപ്പ് നഷ്ടപ്പെട്ടിരിക്കരുത്. ഈ അനുഷ്ഠാനം തുടങ്ങുന്നതിന് മുൻപ് ആ പാത്രം നന്നായി കഴുകി ഉണക്കി പുതിയ കടുക് വാങ്ങി നിറച്ചു വെക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു പുതിയ തുടക്കത്തിനാണ് ഒരുങ്ങുന്നത്. അപ്പോ എല്ലാം ശുദ്ധമായിരിക്കണം. രണ്ടാമത്തത്, നമ്മൾ ചർച്ച ചെയ്ത 5 രൂപ നാണയം തന്നെ. അതിനെന്തെങ്കിലും പ്രത്യേക ഒരുക്കങ്ങൾ ആവശ്യമുണ്ടോ? തീർച്ചയായും. ആ നാണയം നമ്മുടെ കയ്യിൽ എത്തുന്നതിനു മുൻപ് ലക്ഷക്കണക്കിന് ആളുകളുടെ കൈകളിലൂടെ മറിഞ്ഞുവന്ന ഒന്നാണ്. പലതരത്തിലുള്ള ഊർജങ്ങൾ, നല്ലതും ചീത്തയും അതിലുണ്ടാകാം. അതുകൊണ്ട് ആ നാണയത്തെ ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതെങ്ങനെയാണ്? അതിനേറ്റവും നല്ല മാർഗമായി പറയുന്നത് തുളസിയിലയിട്ട വെള്ളത്തിൽ, അതായത് തുളസി തീർത്ഥത്തിൽ കഴുകി വൃത്തിയാക്കുക എന്നതാണ്. തുളസിക്ക് ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടെന്നാണ് വിശ്വാസം. അങ്ങനെ കഴുകി തുടച്ചെടുക്കുന്നതോടെ ആ നാണയം മറ്റെല്ലാ ഊർജങ്ങളിൽ നിന്നും മുക്തമായി നമ്മുടെ സങ്കല്പത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ശരി, അപ്പോ പാത്രമായി, ശുദ്ധീകരിച്ച നാണയവുമായി, ഇനി മൂന്നാമതൊരു ഘടകം കൂടിയുണ്ടല്ലോ, ഒരു വെള്ളക്കടലാസ്. വെറുമൊരു നാണയം നേരിട്ട് കടുകിലിട്ടാൽ പോരെ? എന്തിനാണിതിനിടയിലൊരു കടലാസിന്റെ ആവശ്യം? അവിടെയാണ് നമ്മുടെ ഉദ്ദേശത്തെ, നമ്മുടെ സങ്കല്പത്തെ ഭൗതികമായി രേഖപ്പെടുത്തുന്ന ഘട്ടം വരുന്നത്. എഴുത്തുകളോ വരകളോ ഇല്ലാത്ത ഒരു ശുദ്ധമായ വെള്ളക്കടലാസ് വേണം. ഒരു പുതിയ നോട്ട്ബുക്കിൽ നിന്ന് കീറിയെടുത്താലും മതി. പക്ഷെ അത് വൃത്തിയുള്ളതായിരിക്കണം. ഈ കടലാസ് ആ നാണയത്തെ പൊതിയാനുള്ള ഒരു സംരക്ഷണ കവചം പോലെയും നമ്മുടെ പ്രാർത്ഥന എഴുതി വെക്കാനുള്ള ഒരു മാധ്യമമായും ഒരേ സമയം പ്രവർത്തിക്കുന്നു. കൊള്ളാം. അപ്പോ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പാത്രം തയ്യാർ, വിത്ത് ശുദ്ധീകരിച്ചു, നമ്മുടെ സങ്കല്പം എഴുതാനുള്ള ഇടവും റെഡി. ഇനി എപ്പോഴാണ്, എങ്ങനെയാണ് ഈ വിത്ത് നടേണ്ടത്? ഇതിന് പ്രത്യേക സമയവും കാലവുമുണ്ടോ? ഉണ്ട്. അതിനും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ചൊവ്വ, വെള്ളി,
പൗർണമി എന്നീ ദിവസങ്ങളാണ് ഈ അനുഷ്ഠാനത്തിന് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത്. ആ, മഹാലക്ഷ്മിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങൾ. അതെ, കാരണം ഈ ദിവസങ്ങളിൽ ഐശ്വര്യത്തിന്റെ ദേവതയായ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലായിരിക്കുമെന്നാണ് വിശ്വാസം. സമയത്തിന്റെ കാര്യത്തിലും ഒരു പ്രത്യേകതയുണ്ട്. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിനു ശേഷം രാത്രി ഏകദേശം 7 മണിക്കും 11 മണിക്കും ഇടയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദം. മനസ്സ് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ വേണം ഇത് ചെയ്യാൻ. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, യഥാർത്ഥ അനുഷ്ഠാനം. ഇത് അഗ്നിസാക്ഷിയായി ചെയ്യണം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു അഗ്നിയുടെ സാന്നിധ്യം ഇത്ര നിർബന്ധമാകുന്നത്? ഹൈന്ദവ വിശ്വാസപ്രകാരം അഗ്നി എന്നത് കേവലമൊരു തീ മാത്രമല്ല. അത് ദേവന്മാരിലേക്കുള്ള ഒരു സന്ദേശവാഹകനാണ്, ഒരു ശുദ്ധീകരിക്കുന്ന ശക്തിയാണ്, എല്ലാത്തിനും സാക്ഷിയാണ്. ശരിയാണ്, ഹോമങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അതെ, അതുകൊണ്ടാണ് പല പൂജകളും ഹോമങ്ങളും അഗ്നിക്കു മുന്നിൽ വെച്ച് നടത്തുന്നത്. ഇവിടെ നമ്മുടെ സങ്കല്പത്തെയും പ്രാർത്ഥനയെയും ഈ പ്രപഞ്ചത്തിലേക്കെത്തിക്കുന്ന സാക്ഷിയായി അഗ്നിയെ സങ്കൽപ്പിക്കുന്നു. അതിനായി വീട്ടിൽ നിലവിളക്ക് കത്തിച്ചുവെച്ച് അതിനു മുന്നിലിരുന്ന് ചെയ്യാം. വിളക്ക് കത്തിക്കുന്ന ശീലമില്ലാത്തവരാണെങ്കിൽ ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ ഒരു ചെറിയ മൺചെരാതിൽ നെയ്ത്തിരിയോ കത്തിച്ചുവെച്ചാലും മതി. പ്രധാനം ആ അഗ്നിയുടെ സാന്നിധ്യമാണ്. ശരി, അപ്പോൾ നമ്മൾ ശാന്തമായ ഒരിടത്ത് കത്തിച്ചുവെച്ച് ദീപത്തിന് മുന്നിലിരിക്കുന്നു. നമ്മുടെ കയ്യിൽ ആ വെള്ളക്കടലാസുണ്ട്. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം ആ വെള്ളക്കടലാസ് എടുക്കുക. എന്നിട്ട് പച്ചയോ നീലയോ മഷിയുള്ളൊരു പേന ഉപയോഗിച്ച് അതിന്റെ നടുവിലായി ഓം വിത്തേശ്വരായ നമ എന്നെഴുതണം. ഓം വിത്തേശ്വരായ നമ. അതെ, ഇതേ വിത്തേശ്വരൻ എന്നു പറയുന്നത് സാക്ഷാൽ കുബേരൻ തന്നെയാണ്. വിത്തം എന്നാൽ ധനം, ഈശ്വരൻ എന്നാൽ അധിപൻ. അപ്പോ ധനത്തിന്റെ അധിപന് നമസ്കാരം എന്നാണ് ആ എഴുത്തിന്റെ ലളിതമായ അർത്ഥം. സമൃദ്ധിയുടെയും വളർച്ചയുടെയും നിറമായതുകൊണ്ട് പച്ചമഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. വിത്തരേശ്വരൻ, ആ വാക്ക് തന്നെ എത്ര ശക്തമാണ്. അപ്പോൾ ആ കടലാസിൽ നമ്മൾ കുബേരനെ ആവാഹിക്കുകയാണ്. അതിനുശേഷം നാണയം വെച്ചുള്ള ക്രിയയാണ്. നമ്മൾ ശുദ്ധമാക്കി വെച്ച ആ 5 രൂപ നാണയം വലത് കൈയിലെടുക്കുക. എന്നിട്ട് കത്തിച്ചുവെച്ച ദീപത്തിനു മുകളിലൂടെ ഘടികാരദിശയിൽ 3 തവണ ഒഴിയണം. ഓരോ തവണ ഒഴിയുമ്പോഴും ഈ മന്ത്രം പൂർണ്ണമായി ജപിക്കണം. ഓം പ്രപഞ്ചത്തിന്റെ ആദി ശബ്ദമാണ്. ഹ്രീം, ശ്രീം, ക്രീം എന്നിവ അതീവ ശക്തിയുള്ള ബീജാക്ഷരങ്ങളാണ്. ശ്രീം മഹാലക്ഷ്മിയുടെ ബീജാക്ഷരമാണ്. പിന്നീട് കുബേരായ അഷ്ടലക്ഷ്മി എന്ന് പറയുമ്പോൾ ധനം സൂക്ഷിക്കുന്ന കുബേരനെയും ഐശ്വര്യത്തിന്റെ 8 രൂപങ്ങളായ അഷ്ടലക്ഷ്മിമാരെയും നമ്മൾ ഒരുമിച്ചു വിളിക്കുകയാണ്. മമഗൃഹേ ധനം പുരായ പുരായ നമ എന്നാൽ എന്റെ ഭവനത്തിൽ ധനം നിറയ്ക്കണേ നിറയ്ക്കണേ നമസ്കാരം എന്ന അപേക്ഷയാണ്. അപ്പോ കത്തിച്ചുവെച്ച ദീപത്തെ മഹാലക്ഷ്മിയായി സങ്കൽപ്പിച്ച് ആ നാണയത്തിലേക്ക് കുബേരന്റെയും അഷ്ടലക്ഷ്മിമാരുടെയും ഊർജത്തെ ആവാഹിക്കുകയാണ് ഈ മന്ത്രത്തിലൂടെ ചെയ്യുന്നത്. അതെ, കൃത്യമായി. മന്ത്രം അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ അതിന് ശക്തി കൂടും. അപ്പോ മന്ത്രം ചൊല്ലി ഉഴിഞ്ഞു ഊർജം നിറച്ച ആ നാണയം നേരത്തെ ഓം വിത്തേശ്വരായ നമ എന്നെഴുതിവെച്ച കടലാസിൽ വെച്ച് പൊതിയുന്നു. എന്നിട്ട് അതെ, ആ കടലാസിന്റെ നടുവിൽ നാണയം വെച്ച് ഭദ്രമായി പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് ഈ പൊതി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടുക് പാത്രത്തിലെ കടുക് കൈകൊണ്ട് വകഞ്ഞുമാറ്റി ഏറ്റവും അടിയിലായി വെക്കണം. അതിനുശേഷം കടുകുകൊണ്ട് ആ പൊതി പൂർണ്ണമായി മൂടുക. പുറമേന്ന് നോക്കിയാൽ അതിനടിയിൽ അങ്ങനെയൊന്നുള്ളതായി തോന്നരുത്. ഇതോടെ വിത്തുനടൽ എന്ന കർമ്മം പൂർത്തിയായി. ഇനി ഈ പാത്രം എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? ഇതിൽ നിന്ന് കടുക് പിന്നീട് കറികൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ? അതോ ഇത് പൂജാമുറിയിൽ വെക്കേണ്ട ഒന്നാണോ? ഇല്ല, ഇത് അടുക്കളയിൽ തന്നെ വെക്കേണ്ട ഒന്നാണ്. വാസ്തുശാസ്ത്രപ്രകാരം അടുക്കളയുടെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് വൃത്തിയുള്ളൊരിടത്ത് വേണം ഈ പാത്രം വെക്കാൻ. ഓക്കെ. ഇതിൽ നിന്ന് ദിവസേനയുള്ള ആവശ്യങ്ങൾക്ക് കടുകെടുത്ത് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും കർശനമായ ഒരു നിയമം വരുന്നത്. ഈ ചെടിയെ പരിപാലിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ പാത്രം ഒരിക്കലും പൂർണ്ണമായി കാലിയാകാൻ പാടില്ല എന്ന നിയമം. കാരണം കടുകുപാത്രം കാലിയാകുന്നത് വീട്ടിൽ ക്ഷാമം വരുന്നതിന്റെ, ഐശ്വര്യം വറ്റിവരളുന്നതിന്റെ സൂചനയായാണ് കണക്കാക്കുന്നത്. നമ്മൾ നട്ട ആ ധനത്തിന്റെ വിത്ത് മുളച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചെടിക്ക് ചുറ്റുമുള്ള മണ്ണ് വറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും? അത് ഉണങ്ങിപ്പോകും. അതുപോലെ പാത്രത്തിൽ എപ്പോഴും പകുതിയിൽ കൂടുതൽ കടുക് നിലനിർത്തുന്നത്
വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒരിക്കലും വറ്റില്ല എന്ന നമ്മുടെ വിശ്വാസത്തെയും സങ്കല്പത്തെയും ബലപ്പെടുത്തുന്നു. കടുക് കുറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പുതിയത് വാങ്ങി അതിൽ നിറയ്ക്കണം. അവസാനത്തെ വറ്റുവരെ വടിച്ചെടുക്കുന്ന രീതി പാടെ ഉപേക്ഷിക്കണം. ഇതുകൂടാതെ ഈ അനുഷ്ഠാനം ചെയ്ത കാര്യം മറ്റുള്ളവരോട് വിളിച്ചു പറയരുത് എന്നും ഒരു നിർദ്ദേശമുണ്ട്. ഇതിന്റെ മനഃശാസ്ത്രപരമായ ഒരു വശം കൂടിയുണ്ട്. ഒരു ലക്ഷ്യത്തിൽ നമ്മൾ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ആ ലക്ഷ്യത്തിലേക്കുള്ള അവസരങ്ങൾ കണ്ടെത്താൻ സജ്ജമാകും. നമ്മൾ ഈ അനുഷ്ഠാനം ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരാം. ചിലർ വിശ്വസിക്കാം, ചിലർ കളിയാക്കാം. ശരിയാണ്. ഈ സംശയങ്ങളും അവിശ്വാസങ്ങളുമെല്ലാം നമ്മുടെ ഉള്ളിലെ ഏകാഗ്രതയെയും വിശ്വാസത്തിന്റെ തീവ്രതയെയും കുറയ്ക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ നട്ട ആ ചെറിയ വിത്തിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്ന കളകൾ വളരാൻ അനുവദിക്കരുത്. ഫലം തരുന്നത് നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയുമാണ്, മറ്റുള്ളവരുടെ അറിവല്ല. ഇതൊരു സാധാരണ വിശ്വാസം എന്നതിലുപരി ചിട്ടയായ നിയമങ്ങളുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് ആവശ്യമുള്ള ഒരു അനുഷ്ഠാനമാണ്. 5 എന്ന കുബേരസംഖ്യ, തുളസി തീർത്ഥത്തിലെ ശുദ്ധീകരണം, അഗ്നിസാക്ഷിയായുള്ള സമർപ്പണം, കുബേരനെയും ലക്ഷ്മിയെയും ഒരുമിച്ച് ആവാഹിക്കുന്ന മന്ത്രം, പിന്നെ കടുകുപാത്രം കാലിയാകരുത് എന്ന നിരന്തരമായ ശ്രദ്ധ, ഇതെല്ലാം ചേർന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പോസിറ്റീവ് ഊർജം സൃഷ്ടിക്കുന്നു.